ജ്ഞാനം, വിശാലമായ ഉൾക്കാഴ്ച, അളവറ്റ ജ്ഞാനം ബൈബിൾ വിവരിക്കുകയാണ്. സോളമൻ 3000 സുഭാഷിതങ്ങളും 1005 ഗീതങ്ങളും രചിച്ചു എന്ന് വചനം പറയുന്നു. സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അഗ്നി ഇറങ്ങി ദഹനബലി വസ്തുക്കളെ ദഹിപ്പിച്ചു. ഇതിനു മുൻപ് ഇതുപോലെ നടന്നത് സമാഗമ കൂടാരത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് മോശയും അഹ്റോനും ബലിയർപ്പിക്കുമ്പോഴായിരുന്നു. സമാഗമ കൂടാരത്തിലാണെങ്കിലും ഇപ്പോൾ സോളമൻ ദൈവത്തിനായി പണിയുന്ന ആലയത്തിലാണെങ്കിലും ബലിപീഠത്തിലേക്കുള്ള ആദ്യ അഗ്നി എപ്പോഴും വരുന്നത് ദൈവത്തിൽ നിന്നാണ്, സ്വർഗത്തിൽ നിന്നാണ്. മനുഷ്യൻ കത്തിച്ച ഒരഗ്നിയിൽ നിന്നല്ല ആരാധനകൾ ആരംഭിക്കുന്നത്. ദൈവത്തെ തേടാനും ദൈവത്തെ തിരയാനും ദൈവത്തെ ആരാധിക്കാനുമുള്ള ആദ്യ പ്രചോദനം, ആദ്യ അഗ്നി വരുന്നത് എപ്പോഴും ദൈവത്തിൽ നിന്ന് തന്നെയാണ്. ഇനി പുരോഹിതരുടെ ജോലി ദൈവം കത്തിച്ച ഈ അഗ്നി കെടാതെ സൂക്ഷിക്കുക എന്നതാണ്. നമ്മിലും ദൈവം ഒരിക്കലൊരു അഗ്നി കത്തിച്ചിട്ടുണ്ട്. അത് മാമോദീസായുടെ